ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിച്ചു. മാർച്ച് 26 വരെയാണ് പരീക്ഷ. ഒന്നാം വർഷം 4,14,159 വിദ്യാർത്ഥികളും രണ്ടാം വർഷം 4,41,213 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി 2017 പരീക്ഷാ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പരീക്ഷകൾ ആരംഭിച്ച സാഹചര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നൽകാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി, സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ കാലത്തിനാണ് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായിട്ടുള്ളത്. 2017 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറിക്കായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ 8,53,000 വിദ്യാർത്ഥികൾ ഇന്നു മുതൽ പരീക്ഷ എഴുതുന്നുമുണ്ട്. PHSCയിൽ 57,707 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഗൾഫിലും ലക്ഷദ്വീപും ആസിയ എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. 26 വരെ 9 ദിവസങ്ങളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊടും ചൂടാണ്. ആ ചൂട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിലുള്ള നടപടികൾ വിദ്യാഭ്യാസ ഡയറക്ടർമാരുമായി ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം തന്നെ പരീക്ഷാ ചോദ്യക്കടലാസുകൾ പ്രിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒപ്പം തന്നെ പരീക്ഷാ നടത്തിപ്പിന് പണമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനു വേണ്ടിയിട്ട് സ്കൂളുകളുടെ തനത് ഫണ്ടിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ നടത്തിപ്പ് എന്നുള്ള വിവാദങ്ങളൊക്കെ തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇന്ന് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മെയിൻ ഷീറ്റ്, ഒപ്പം തന്നെ അഡീഷണൽ ഷീറ്റ് എന്നിവ സ്കൂളിൽ പരീക്ഷാ ഭവന്റെ നേതൃത്വത്തിൽ വിതരണം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പരീക്ഷാ കാലത്തിനാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കമായിട്ടുള്ളത്. ലക്ഷ്മി, പരീക്ഷ ചൂടിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.